കാലഘട്ടം എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ആ സിനിമയിൽ എങ്ങനെയാ വെച്ചാൽ നമ്മൾ കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലും എല്ലാ തിയേറ്ററുകളിലും ഞങ്ങൾ പോയിണ്ടാവും. ഞങ്ങളൊരു വണ്ടി റെന്റിന് എടുത്തു. ഞാനും പ്രൊഡ്യൂസർ കമൽ സാറ്, പ്രൊഡ്യൂസർ ഡേവിഡ് സാറും കമൽ സാറ്, പിന്നെ ഞങ്ങൾ ഈ ആർട്ടിസ്റ്റുകൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലും കയറി ഇറങ്ങി. എല്ലാ കോളേജിലും കയറി. അതെന്ന് വെച്ചാൽ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ മാത്രമായിരുന്നു ന്യൂ കമേഴ്സ് ആയിട്ടുള്ള സിനിമ. അന്ന് 4 സിനിമകൾ ഇറങ്ങി, 4 സൂപ്പർ ഹിറ്റാ. ഒന്ന് നന്ദനം, പിന്നെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, കല്യാണരാമൻ, പിന്നെ നമ്മൾ. ഈ കല്യാണരാമനും നമ്മളും ഒരേ ദിവസം റിലീസ്. അത് റിലീസ് ചെയ്യാനുള്ള ഒരേ ദിവസം റിലീസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ഒന്ന് ദിലീപേട്ടൻ്റെ പടം, ദിലീപേട്ടൻ ഷാഫിഖാന്റെ പടം, അതിനെന്തായാലും ആൾക്കാർ കയറും. അപ്പോൾ ആ കയറാണ്ട് വരുമ്പോൾ അതിൽ കുറച്ച് പേർക്ക് ടിക്കറ്റ് കിട്ടാണ്ട് വരും. അപ്പോൾ തൊട്ടടുത്ത തിയേറ്ററിൽ നമ്മളുണ്ടാവും. അപ്പോൾ ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർ അടുത്ത ഷോന് കയറാൻ വേണ്ടിയിട്ട് ആ സമയം ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ കയറും. അപ്പോൾ ആ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഒരേ ദിവസം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങളെ കാണാൻ വേണ്ടി ആരും തിയേറ്ററിൽ വരാൻ നിർബന്ധമില്ല. എല്ലാവരും എല്ലാം പുതുമുഖങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ഒരാഴ്ച നമുക്ക് നല്ല റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി. ഫസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഹൗസ്ഫുള്ളായിട്ട് റൺ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് സോഴ്സ് ഞങ്ങൾ ഉപയോഗിച്ചത് എല്ലാ കോളേജുകളിലും പോവുക, എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയാം ദയവേത് സിനിമകൾ കാണും. അങ്ങനെ എല്ലാ കോളേജും എല്ലാ തിയേറ്ററിലും പോയി. അതായത് ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോയിട്ട് ഒരു തിയേറ്ററിൽ ഞങ്ങൾക്ക് 50-ാം ദിവസത്തിൻ്റെ മൊമെൻ്റ് തന്നിട്ടുണ്ട്. അതായത് അത്രയും ദിവസം ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഒരു 50 ദിവസമായിട്ട് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 50 ദിവസം ഞങ്ങൾ ഓടിയിട്ടാണ് സിനിമകൾ ഓടിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് കോഴിക്കോടോ കാസർഗോഡോ ഏതൊരു തിയേറ്ററിൽ പോയപ്പോഴാണ് 50-ാം ദിവസത്തെ മൊമെന്റ് ഞങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു അന്നത്തെ പ്രൊമോഷൻ. ക്ലാസ്മേറ്റ്സിന് നമ്മൾ ചാനൽ പ്രൊമോഷൻ നടത്തിയിട്ടില്ല, കോളേജുകളിലൊന്നും അങ്ങനെ പോയിട്ടില്ല.